ഹാജരാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ കോടതിക്ക് അതൊന്നും ബോധ്യപ്പെട്ടില്ല. എന്തു കരുതണം? അത് കോടതിയുടെ വിധിന്യായം വായിച്ചാലേ നമുക്ക് പൂർണ്ണമായും പറയാൻ പറ്റൂ. പക്ഷെ എങ്കിൽ പോലും ഇത്തരമൊരു കേസിൽ വളരെ 6 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി ഇത്ര ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ടിട്ട് എല്ലാവരും അത് കണ്ടതാണ്. അന്ന് പോലീസ് അത് കൃത്യമായി എടുത്തതാണ്, തെളിവെടുത്തു എന്നാണ് നമ്മളൊക്കെ വിശ്വസിച്ചിരുന്നത്. പ്രത്യേകിച്ചും വാളയാർ പോലെയുള്ള കേസുകളിൽ പ്രതികൾ ശിക്ഷിക്കപ്പെടാതിരിക്കുമ്പോൾ തീർച്ചയായും ഈ കേസിൽ പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ പ്രതികൾ ശിക്ഷിക്കപ്പെടുമെന്ന പ്രതീക്ഷയാണ് നമുക്കൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ സംഭവിച്ചത് മറിച്ചാണ്. ഇതില് എന്താണ് യഥാർത്ഥത്തിൽ പോലീസിനെ പറ്റിയ വീഴ്ച എന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. കാരണം വിധിന്യായം മുഴുവൻ വായിച്ചാലേ അത് അറിയാൻ പറ്റൂ. ഏതായാലും വളരെ നിരാശാജനകമാണ് ആ വിധി. നമ്മുടെ നാട്ടിൽ പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുകയും പ്രതികളെല്ലാം വെറുതെ വിടപ്പെടുകയും ചെയ്യുന്ന വളരെ ക്രൂരമായ ഒരു അവസ്ഥയുണ്ട്. പോലീസ് ഇക്കാര്യത്തിൽ ഇത് ചെയ്തോ ഏതെങ്കിലും തരത്തിലുള്ള സമ്പത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ ഇടപെടലുണ്ടോ, ശക്തന്മാരാണോ പ്രതികൾ, ഇതൊന്നും നമുക്കറിയില്ല. ആ കാര്യങ്ങൾ വന്നു കഴിയുമ്പോഴേ കൃത്യമായി അറിയൂ. എന്തായാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക. കാരണം വാളയാർ പോലെയുള്ള കേസുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇവിടെയും അങ്ങനെ പോക്സോ കേസുകളെ സമീപിക്കുമ്പോൾ കൊടുക്കുന്ന ഒരു ഗൗരവമുണ്ട്. അത് പല കേസുകളിലും അത് സംഭവിക്കുന്നില്ല. അങ്ങനെ വീഴ്ചകൾ വരുന്നു, കോടതിയുടെ മുന്നിൽ പലപ്പോഴും പരാജയപ്പെടുന്നു. ഇത് നമ്മുടെ നിയമ സംവിധാനത്തിൽ അല്ലെങ്കിൽ നീതിനിർവഹണ സംവിധാനത്തിന് ആദ്യമായല്ല സംഭവിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, നിരവധി കേസുകളിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ പോക്സോ കേസുകളിൽ 2% കൺവിക്ഷൻ റേറ്റ്. പലപ്പോഴും 2% കൺവിക്ഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ 100 പ്രതികൾ വന്നാൽ 2 പേരാണ് ശിക്ഷിക്കപ്പെടുക അന്തിമമായി. അങ്ങനെ ഒരു കേസ് നമ്മുടെ നാടിന് അപമാനമല്ലേ? കാരണം പെൺകുട്ടികൾ, അത് പല കാരണങ്ങളുണ്ടാവാം. ഇപ്പൊ വാളയാർ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 5 വർഷമായി നമ്മൾ അതിൽ പോരാട്ടം 6 വർഷമായി പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുക. അത് നമുക്ക് മനസ്സിലാവുന്നത് വാളയാർ സ്റ്റേഷനിൽ തന്നെ ഒരു വർഷം ശരാശരി 15-20 കേസുകൾ ഒരു സ്റ്റേഷനിൽ ഉണ്ടാവുന്നുണ്ട് പോക്സോ. എന്നിട്ടും ഒരു പ്രതിയും ശിക്ഷിക്കപ്പെടുന്നില്ല. എല്ലാ കേസും നമ്മൾ നോക്കുമ്പോൾ റിസൾട്ട് നോക്കുമ്പോൾ അക്വിറ്റഡ് എന്നാണ്. അപ്പോൾ വാളയാർ പെൺകുട്ടികളുടെ കേസ് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോ എങ്ങനെയാണ് ഇങ്ങനെ ഒരു കേസ് വിധി വരുന്നത് എന്ന് ചോദിച്ചാൽ തീർച്ചയായും പോലീസിന്റെ അനാസ്ഥ ഇക്കാര്യത്തിലുണ്ട്. അനാസ്ഥയ്ക്കപ്പുറത്ത് വേറെ ശക്തമായ ഇടപെടലുകൾ ഉണ്ടോ? അന്ന് CI ഒക്കെ നമ്മളോട് വളരെ ധൈര്യമായിട്ട് പറഞ്ഞത് ഈ പ്രതികൾ എന്തായാലും ശിക്ഷിക്കപ്പെടുന്നതാണ്. എന്തായാലും നമുക്ക് അതിന്റെ വിധിന്യായം കണ്ടതിന് ശേഷം കൂടുതൽ പറയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, നന്ദി സർ.